ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ അതിജീവിതം നൽകിയ മൊഴിയിൽ 75-കാരൻ ജയിലിൽ കഴിഞ്ഞത് 285 ദിവസമാണ്. ആലപ്പുഴയിലാണ് വയോധികന് ക്രൂരമായ ഈ അനുഭവം നേരിടേണ്ടി വന്നത്. വിചാരണ വേളയിൽ അതിജീവത സത്യം തുറന്നു പറഞ്ഞതോടെയാണ് ഇപ്പോൾ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് പോക്സോ പ്രത്യേക കോടതി വയോധികനെ വെറുതെ വിടുന്നത്. ഇതോടെ അതിജീവതയുടെ പുതിയ മൊഴിയിൽ ആൺ സുഹൃത്ത് പ്രതിയുമായി. 2022 ഓഗസ്റ്റ് മാസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. ഇവർ രണ്ടാളും മാത്രമേ വീട്ടിൽ താമസം ഉണ്ടായിരുന്നുള്ളൂ. ഇതേസമയം കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വയോധികൻ ഈ കുടുംബവുമായി അടുപ്പത്തിലുമായി. സ്കൂളിലെ സഹപാഠികളോടാണ് കുട്ടി പീഡനത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം പറയുന്നത്. സംഭവം അറിഞ്ഞ സ്കൂൾ അധികൃതർ ആലപ്പുഴ നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ അവർ വയോധികനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജാമ്യം ലഭിക്കാതെ വയോധികൻ റിമാൻഡിൽ കഴിയവേ 2023 കേസിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനു പിന്നാലെ പ്രതിഭാഗം ക്രോസ് വിസ്താരം നടത്തുന്നതിന് ഇടെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി താൻ നൽകിയ മൊഴി തെറ്റാണെന്ന് കോടതിയിൽ പറയുന്നത്. തൻ്റെ ആൺസുഹൃത്തിനെതിരെ കോടതിയിൽ മൊഴിയും നൽകി. ആൺസുഹൃത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് വയോധികനെതിരെ മൊഴി നൽകിയതെന്നും കുട്ടി കോടതിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് കോടതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവുമിട്ടു. ആൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് ആലപ്പുഴ നോർത്ത് പോലീസ് പുതിയ പോക്സോ കേസ് രജിസ്റ്ററും ചെയ്തു. ഈ കേസ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ പോക്സോ കോടതിയുടെ പരിഗണനയിലുമാണ്. ഒടുവിൽ 285 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വയോധികന് ജാമ്യം ലഭിച്ചു. അതേസമയം തന്നെ പുതിയ കേസ് വന്നുവെങ്കിലും വയോധികന് എതിരെയുള്ള കേസ് അവസാനിപ്പിച്ചിരുന്നില്ല. വയോധികനെതിരെയുള്ള പോക്സോ കേസ് തുടരാൻ കോടതിയിൽ പോലീസ് അഡീഷണൽ കുറ്റപത്രവും സമർപ്പിച്ചു. വയോധികൻ നിരപരാധിയാണെന്ന് പെൺകുട്ടി വീണ്ടും കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു. ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ 9 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതി കുറ്റക്കാരനല്ലെന്ന് ജഡ്ജി റോയ് വർഗീസ് വിധിച്ചു. ഇതോടെ മാസങ്ങൾക്ക് നീണ്ട നരകയാതനയ്ക്ക് ശേഷം വയോധികൻ ജയിൽ മോചിതനുമായി.